ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഫസ്റ്റ് ഞാനൊരു ക്ലിപ്പ് കാണിച്ചിരുന്നു, ചെറുതായിട്ടാണ് കാണിച്ചത്. അതെന്താ വെച്ചാൽ ഫസ്റ്റിൽ ആ ബോട്ടിൽ അത്രത്തോളം മോശമായിരുന്നു. ഇതിന് മുമ്പ് ഒരു മണി പ്ലാന്റ് എന്തോ ടച്ചതിന് ഒരു ബോട്ടിലേനു. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്ന്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ വേറൊരു ബോട്ടിൽ വെച്ച് ഞാൻ ഒരു ആർട്ട് വർക്ക് ചെയ്തിരുന്നു, ബോട്ടിൽ ആർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഞാൻ വൈറ്റ് പെയിൻറ്റും അതുപോലെ കുറച്ച് ഡാർക്ക് പിങ്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഉള്ള പിങ്ക് ഉണ്ടാക്കുകയാണ് പേസ്റ്റൽ കളറായിട്ട്. അപ്പോൾ അതുപോലെ ഇത് അവിടെ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു പേസ്റ്റൽ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതായത് ഈ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നാണ് ഇതിലേക്ക് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിന് കൂടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പുതിയൊരു ചാനലാണ്. നമ്മൾ വീഡിയോസ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒന്നല്ല, ഷോർട്സ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ക്രാഫ്റ്റ് വർക്കിൻ്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവണേ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. പിന്നെ ഇതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ആദ്യം ഞാനൊരു കോട്ട് അടിച്ചു കൊടുത്ത് അത് ജസ്റ്റ് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് രണ്ടാമതൊരു കോട്ട് അടിച്ചു കൊടുക്കുന്നത്. ഗ്ലാസ് ബോട്ടിലും കൂടി ആയതുകൊണ്ട് നമ്മളെ ഫാബ്രിക് പെയിൻറ്റും കൂടി ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേറെ തന്നെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് അടിച്ചെടുത്താലേ അതിൻ്റെ ഫിനിഷിങ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെയിൻ്റ് പറഞ്ഞാൽ ഒന്ന് ഫാബ്രിക് പെയിൻറ്റും രണ്ടാമത്തേത് ആ കളർ പെയിൻ്റ് ഉണ്ടല്ലേ, ആ ടിന്ന് വരുന്ന 3 സെറ്റ് കിട്ടും. അതിന് 30 രൂപയുള്ളൂ. ചെറിയ ലോക്കൽ പെയിൻ്റാണ്. പക്ഷേ നമ്മളെപ്പോലെ ജസ്റ്റ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരിതാണ്. എൻ്റെ കയ്യിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഇതുണ്ടാവും, അതായത് അതിൻ്റേതായ രീതിയിലുള്ള സാധനങ്ങൾ പരിമിതി ഉള്ളതിനോട് അങ്ങനത്തെ വർക്കൊക്കെ ഇനി ചെയ്യാം. ഇനി മുമ്പോട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ചാനൽ മുമ്പോട്ട് ഓണായി വരികയാണെങ്കിൽ നമുക്ക് ഇനിയും നല്ല നല്ല സാധനങ്ങൾ വാങ്ങിയിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതാ ഞാൻ പെയിൻ്റൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പെന്നുകൊണ്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഒരു മാർക്കർ എടുത്തിട്ട് ഞാൻ വരച്ചെടുക്കേനു. പക്ഷേ അതിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ ഈ മാർക്കർ കൊണ്ട് വരച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കട്ടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇതുപോലെ ആ പെയിൻറ്റിൻ്റെ ഭാഗം ഇങ്ങനെ ചുരണ്ടി ഒഴിവാക്കുക ചെയ്യുന്നത്. മാർക്കർ കൊണ്ട് വരയ്ക്കുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ മാർക്കർ ഇല്ലാണ്ടെങ്കിൽ ഒരു കാലിയായിട്ടുള്ള മാർക്കർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് വരച്ചെടുത്താൽ നമ്മൾ ആ പെയിൻറ്റ് പോയ ഭാഗം ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് കണ്ടോ, ഗ്ലാസ്സാണ് ഞാനവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഫസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലൊരു മിസ്റ്റേക്ക് പറ്റുന്നത് വെച്ചാൽ ബഡ്സ് ചെറുതായിട്ടൊന്ന് ഇളകി വന്നപ്പോൾ നമ്മൾ പെയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്ത് മിസ്റ്റേക്ക് പറ്റിയാലും അപ്പോൾ തന്നെ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. അതായത് ഇപ്പം ഞാനിങ്ങനെ പറ്റിയപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ അപ്പുറത്ത് ജസ്റ്റ് ലേശം നീങ്ങിപ്പോയപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കൂ. അപ്പം ഈ സൈഡിലുള്ളത് ഞാൻ എന്താക്കുന്നത് ചെയ്ത് ഈ പെയിൻറ്റ് വെച്ചിട്ട് മറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും അതിനുള്ള സൊല്യൂഷൻ നമ്മൾ അപ്പം തന്നെ ചെയ്യുക. ജസ്റ്റ് ബോറായ വെച്ചാൽ അവിടെ ഇട്ടേക്കരുത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവണം എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലെ വേറൊരു ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തു തരുന്നില്ലേ, ആ ബോട്ടിൽ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിലുള്ള ഞാൻ ഉണ്ടാക്കിയൊരു ഫ്ലവർ ഉണ്ട്. ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയല്ല, എനിക്ക് വേറെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ മണി പ്ലാന്റ് ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.